എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫീച്ചർ ഫയൽസ് കരേട്ടയിൽ JUnit 5 യൂസ് ചെയ്ത് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ com.test എന്ന പാക്കേജിനുള്ളിൽ ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജാവ ക്ലാസിൻ്റെ പേര് നിങ്ങൾക്ക് എന്ത് വേണേൽ കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ടെസ്റ്റ് എന്നുള്ളൊരു വേർഡ് ആ ക്ലാസ് ഫയലിൻ്റെ നെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഞാൻ സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ജാവ ക്ലാസ് com.test എന്ന പാക്കേജിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുവാണ്. com.test എന്ന പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂവിൽ ഹോവർ ചെയ്യുന്നു, ക്ലാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ക്ലാസ്സിന് പേര് കൊടുക്കുന്നു, ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അകത്ത് ഈ കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഞാൻ ഈ കംപ്ലീറ്റ് നോട്ട് പാഡിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി Ctrl+Shift+O എന്നുള്ള ഷോർട്ട് കട്ട് എക്ലിപ്സ് IDE യൂസ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ ചെയ്യുമ്പോൾ ഇവിടെ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ എന്നുള്ള ഫീച്ചർ ഫയലിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫീച്ചർ ഫയലാണോ JUnit 5 വെച്ച് റൺ ചെയ്യേണ്ടത് ആ ഫീച്ചർ ഫയലിൻ്റെ പേര് ഇവിടെ കൊടുത്താൽ ആ ഫീച്ചർ ഫയൽ നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ആണ്, ഫയലിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ ആസ് JUnit ടെസ്റ്റ്. നിങ്ങൾക്ക് കാണാം ഇവിടെ എക്ലിപ്സ് IDEയുടെ ലെഫ്റ്റ് സൈഡിൽ പ്രൊജക്ട് എക്സ്പ്ലോറിൻ്റെ കൂടെ JUnit എന്ന് പറഞ്ഞ ടാബ് വന്നിട്ടുണ്ട്. അവിടെ സാമ്പിൾ ടെസ്റ്റ് എന്നുള്ള ആ ജാവ ക്ലാസിൻ്റെ പേര് കാണാം. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് സാമ്പിൾ എന്ന മെത്തേഡ് കാണാം. അതിൻ്റെ അകത്ത് റൺ ചെയ്ത ഫീച്ചർ ഫയലിൻ്റെ ഡീറ്റെയിൽസ് കാണാം. എല്ലാം ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം എല്ലാം പാസ്സായെന്നുള്ളതാണ്. അതുപോലെ ഇവിടെ സമ്മറിയിലും പാസ്റ്റ് എന്നുള്ളത് 2 എന്നുള്ള കൗണ്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് റിപ്പോർട്ട് കൂടെ വെരിഫൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ റിപ്പോർട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുവാണ്. ഫീച്ചർ ഫയലിൻ്റെ കൗണ്ട് 1 എന്നുള്ള ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫീച്ചർ ഫയൽ പാസ്സായി, അതിൻ്റെ അകത്ത് സെനാരിയോസും പാസ്സായി. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ ക്ലാസ് ഫയൽ നമുക്ക് കമാൻഡ് ലൈനിൽ കൂടെ മേവൻ കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡ് ഇതാണ്. ഈ കമാൻഡ് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഈ പ്രൊജക്റ്റ് ഞാൻ കമാൻഡ് ലൈനിൽ ഓപ്പൺ ചെയ്യുവാണ്. പ്രോപ്പർട്ടീസ്, ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ എക്സ്പ്ലോററിൽ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ CMD എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇനി ആ കമാൻഡ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ടെസ്റ്റ് റൺസ് 2 എന്നുള്ളത് വന്നിരിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മേവൻ കമാൻഡ് യൂസ് ചെയ്ത് റൺ ചെയ്യുന്നത്. മേവൻ കമാൻഡ് MVN test -d ടെസ്റ്റ് ഈക്വൽ ടു ഏത് ക്ലാസ് ഫയലാണോ റൺ ചെയ്യേണ്ടത് ആ ക്ലാസ് ഫയലിൻ്റെ പേര്, അതിനുശേഷം ഹാഷിന് സിമ്പിൾ കൊടുക്കുക, അതിനുശേഷം മെത്തേഡിൻ്റെ പേര് ടെസ്റ്റ് സാമ്പിൾ എന്നുള്ള മെത്തേഡ്, ആ നെയിം കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വേറെ നെയിമാണ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നെയിം ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. അതുപോലെ ക്ലാസ് ഫയൽ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. എന്ത് പേരാണ് കൊടുക്കുന്നത് ആ പേര് തന്നെ ഇവിടെ യൂസ് ചെയ്യുക. അതുപോലെ ടെസ്റ്റ് എന്നുള്ള പോസ്റ്റ് ഫിക്സ് ആയിട്ട് വേർഡ് ആഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ പ്രൊജക്റ്റിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒന്ന് pom.xml ഫയലിനകത്താണ്, അതുപോലെ പിന്നെ ചേഞ്ച് വരുത്തിയിരിക്കുന്ന logback.test.xml എന്ന ഫയലിനകത്താണ്. അപ്പോൾ ആ 2 ഫയലിൻ്റെയും ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് GitHub ലിങ്കാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഞാൻ വരുത്തിയ ചേഞ്ചസ് എന്താ നിങ്ങളെ കാണിച്ചു തരാം. pom.xmlനകത്ത് കരേട്ടയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഫോൾഡർ സ്ട്രക്ചർ ഉണ്ട്. ആ ഫോൾഡർ സ്ട്രക്ചർ അനുസരിച്ച് ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 12th ലൈൻ തൊട്ട് പ്രോപ്പർട്ടീസ് തൊട്ട് ബിൽഡ് വരെയുള്ള ഭാഗം കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ pom.xmlലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കരേട്ടയുടെ റെക്കമെൻഡഡ് ഫോൾഡർ സ്ട്രക്ചർ ആയിട്ട് മാറിക്കോളും. അതിനുശേഷം നിങ്ങൾക്ക് മേവൻ കമാൻഡ് യൂസ് ചെയ്ത് റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ രണ്ടാമത്തെ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് logback-test.xml എന്ന ഫയലിനകത്താണ്. ഇതിനകത്ത് ലോഗിങ്ങിന് വേണ്ടി ഞാൻ വീണ്ടും കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്.
ലോഗ് ഡീറ്റെയിൽസ് കൺസോളിലും അതുപോലെ റിപ്പോർട്ടിലും വരാൻ വേണ്ടിയുള്ള ചേഞ്ചസ് ആണ് ഞാൻ വരുത്തിയിരിക്കുന്നത്. അപ്പം ഇത്രയും 2 ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫയൽ വേണേലും ഈ പർട്ടിക്കുലർ ജാവ ക്ലാസ് വെച്ച് JUnit യൂസ് ചെയ്ത് റൺ ചെയ്യാൻ സാധിക്കും. അപ്പം റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീച്ചർ ഫയൽ ഇവിടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഈ ജാവ ക്ലാസ് നിങ്ങൾക്ക് എക്ലിപ്സ് IDE ത്രൂവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് JUnit വെച്ച് കരേട്ടയിൽ ഫീച്ചർ ഫയൽസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.